ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. പീസ് വിത്ത് ഗോഡ്, ദൈവത്തോട് സമാധാനം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. സഹോദരീ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. യേശുക്രിസ്തുവിലായാൽ ശിക്ഷകൾ മോചിക്കപ്പെടും, സകല പാപങ്ങളും ക്ഷമിക്കപ്പെടും. യേശുക്രിസ്തുവിലായാൽ മതി, നാം പാപത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരികയില്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. വിശ്വാസത്താൽ ദൈവത്തിൻ്റെ കൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക എന്നത്രേ അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. ധൈര്യത്തോടെ കൃപയിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് നമുക്ക് ചെല്ലാം. എന്താണ് കാരണം? കർത്താവായ യേശുക്രിസ്തു നമുക്ക് ഏകമധ്യസ്ഥനായി ക്രൂശിന്മേൽ മരിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു മൂലം നമുക്ക് മോചനമുണ്ട്. യേശുക്രിസ്തു മൂലം നമുക്ക് ശിക്ഷാവിധിയിൽ നിന്ന് നമുക്ക് വിമോചനം ലഭിച്ചിരിക്കുകയാണ്. ഞാനൊരു സംഭവകഥ വായിക്കുകയുണ്ടായി. ഒരു പ്രതി കോടതിയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ജഡ്ജിയുണ്ട്, വക്കീലന്മാരുണ്ട്, വാദിഭാഗമുണ്ട്, പ്രതിഭാഗമുണ്ട്. പ്രതി പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. വാദങ്ങൾ നടന്നു, വിസ്താരങ്ങൾ നടന്നു. ജഡ്ജി ശ്രദ്ധിച്ചു. ഈ പ്രതിയെ ചോദ്യം ചെയ്തു. പ്രതി കുറ്റം സമ്മതിക്കേണ്ടി വന്നു. അതങ്ങനെ തെളിഞ്ഞു, മുഴുവനായി തെളിഞ്ഞു. ജഡ്ജി എല്ലാം ശ്രദ്ധയോടെ കേട്ടു, എല്ലാം കേട്ടു. ജഡ്ജി അവസാനം പറഞ്ഞു, ഈ മനുഷ്യൻ സംശയാതീതമായി കുറ്റവാളി എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഞെട്ടലോടെ ആ വാക്ക് ഈ പ്രതി കേട്ടു. വളരെ വളരെ ഞെട്ടലോടെ കേട്ടു, വളരെ ഭയത്തോടെ കേട്ടു. എന്താണാവോ ഇനി ശിക്ഷ വിധിക്കാൻ പോകുന്നത്? കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. തളർന്നു വീഴുമോ, ബോധം കെട്ട് വീഴുമോ, ഇനി പറയാൻ പോകുന്ന ശിക്ഷ കേൾക്കാൻ എനിക്ക് കരുത്തുണ്ടാകുമോ? ഭയത്തോടെ നിന്നു. ജഡ്ജിമെൻ്റ് പറഞ്ഞു, ഈ മനുഷ്യന് 3 വർഷം കഠിന തടവ്, അല്ലെങ്കിൽ 3 ലക്ഷം രൂപ പിഴ. പാവം, ആ പ്രതിക്ക് അത് കൊടുക്കാൻ മാർഗമില്ല. കഠിന തടവ് തന്നെ. 3 ലക്ഷം പോയിട്ട് ഒരു 30 രൂപ പോലും എടുക്കാനുള്ള വകയില്ല. ചെയ്ത തെറ്റ് ഗുരുതരമാണ്, കഠോരമായ പാതകമാണ് ചെയ്തത്, ശിക്ഷ ഭയാനകമാണ്. എന്നാൽ ഇത് കൊടുക്കാൻ മാർഗമില്ല. ജയിലിലേക്ക് പോവുക തന്നെ, കഠിന തടവിലേക്ക്, ജയിലിലേക്ക്. ആ അധികാരികൾ, ഉദ്യോഗസ്ഥന്മാർ അവനെ കൊണ്ടുപോവുകയാണ്. ജയിലിൻ്റെ വാതിൽക്കലെത്തി. ജയിൽ വാർഡൻ അവനെ അകത്തേക്ക് അവനെ പ്രവേശിപ്പിക്കാൻ പോവുകയാണ്. അപ്പോഴിതാ ഒരാൾ പാഞ്ഞു വരുന്നു. അയാൾ വന്നു ഈ വാർഡൻ്റെ കയ്യിലേക്ക് ഒരു കഷ്ണം കടലാസ് കൊടുത്തു. എന്താണ്? ആ കടലാസ് വായിച്ചിട്ട് ആ ജയിൽ വാർഡൻ ഈ കുറ്റവാളിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്താണ്? ഇവൻ കൊടുത്തു തീർക്കേണ്ടതായ ആ 3 ലക്ഷം രൂപയും ജഡ്ജി സ്വന്തം പോക്കറ്റിൽ നിന്ന്, സ്വന്തം വകയിൽ നിന്ന് കൊടുത്ത് തീർത്തിരിക്കുന്നു. ഇവൻ കൊടുത്തു തീർക്കേണ്ടതായ ആ പിഴ മുഴുവനും ജഡ്ജി കൊടുത്തു തീർത്തിരിക്കുന്നു. 3 ലക്ഷം രൂപയും കൊടുത്തു തീർത്തിരിക്കുന്നു. അതുകൊണ്ട് ഇവന് സ്വതന്ത്രനായി പോകാം. പ്രിയപ്പെട്ടവരെ, ഇവന് കാര്യം മനസ്സിലായി. എന്താണെന്നോ? ഇവനറിയാം ഈ ജഡ്ജിയും ഇവനും തമ്മിൽ നേരത്തെ പരിചയമുണ്ട്. ജഡ്ജി പഠിച്ച കാലത്ത് ഇവൻ്റെ കൂടെ ഇവനോടൊരുമിച്ച് ക്ലാസ്സിലിരുന്ന് പഠിച്ചതാണ്. ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചു. ജഡ്ജി പഠിച്ച് മിടുക്കനായി വളർന്നു കയറി, നല്ല വിദ്യാഭ്യാസം കിട്ടി, അദ്ദേഹം ഉയർന്ന പദവിയിലെത്തി.
എന്നാൽ ഇവൻ പിന്നെ തുടർന്നധികം പഠിച്ചില്ല. വഷളനായി ജീവിച്ചു, വേണ്ടാതനത്തിൽ ജീവിച്ചു, അഴുക്ക് ചാലുകളിൽ ജീവിച്ചു, വളരെ മോശമായി ജീവിതം നയിച്ചു. അവസാനവും കുറ്റവാളിയായി പിടിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അന്നത്തെ ആ സ്നേഹവും പരിചയവും ഉള്ളതുകൊണ്ട് ഈ ജഡ്ജി വിധിച്ചത് നീതിയായി വിധിച്ചു. പക്ഷേ ആ ശിക്ഷ ഇവന് വരരുതെന്ന് ജഡ്ജി ആഗ്രഹിച്ചു. അതുകൊണ്ട് ജഡ്ജി ആ പൈസ സ്വന്തം കയ്യിൽ നിന്ന് മുടക്കി ഇവനെ മോചിപ്പിച്ചു. ഇതൊരു കഥയാണ്, അഥവാ ഇതൊരു സംഭവമാണ്, പോരാ ഇതൊരു ഉദാഹരണമാണ്. അത് നടന്നതാകട്ടെ നടന്നതാകാതിരിക്കട്ടെ. എന്നാൽ ഒരു കാര്യം വ്യക്തം, ഞാൻ ഒടുക്കേണ്ട പിഴ മുഴുവനും കർത്താവായ യേശു എനിക്ക് വേണ്ടി ഒടുക്കിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കൊടുക്കേണ്ട സകല ഫൈനും സകല പിഴയും എനിക്ക് വേണ്ടി ഒരാൾ ഒടുക്കിക്കഴിഞ്ഞിരിക്കുന്നു. എന്നെ രക്ഷിക്കാൻ വേണ്ടി, എനിക്ക് മോചനം തരാൻ വേണ്ടി, എന്നെ കഠോര തടവിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി, കഠിനമായ നരകത്തിൻ്റെ ഭീകരമായ ദണ്ഡനത്തിൽ നിന്ന് എനിക്ക് മോചനം തരാൻ വേണ്ടി, എനിക്ക് വേണ്ടി ഇതാ സ്നേഹനിധിയായ ഒരാൾ, എന്നെ പരിചയമുള്ള ഒരാൾ, എന്നെ സ്നേഹിക്കുന്ന ഒരാൾ, എൻ്റെ നന്മയെ ആഗ്രഹിക്കുന്ന ഒരാൾ എനിക്ക് വേണ്ടി പിഴ മുഴുവൻ ഒടുക്കിയിരിക്കുന്നു. ദൈവ പൈതലേ, ഇത് നീ കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? നിനക്ക് വേണ്ടി യേശു പിഴയൊടുക്കി. നിനക്ക് വേണ്ടി യേശു ക്രൂസിൽ മുഴുവനും വഹിച്ചിരിക്കുന്നു. നീ കൊടുക്കേണ്ടതെല്ലാം അവൻ വഹിച്ചിരിക്കുന്നു. നീ കൊടുക്കേണ്ടതെല്ലാം അവൻ സ്വന്തം ചെലവിൽ കൊടുത്തിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലേമോൻ എഴുതിയ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യം നാം വായിക്കും. ഒരേ ഒരു അധ്യായം മാത്രമുള്ള ഒരു ലേഖനമാണ് ഫിലേമോൻ എഴുതിയ ലേഖനം. അതിൽ നാം വായിക്കും 17ഉം 18ഉം വാക്യങ്ങൾ. ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെപ്പോലെ ചേർത്തുകൊള്ളുക. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടംപെട്ടിട്ടോ ഉണ്ടെങ്കിൽ അതെൻ്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക. പൗലോസ് എന്ന് ഞാൻ സ്വന്തം കയ്യാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം. എൻ്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക, ഞാൻ തന്നു തീർക്കാം. സ്നേഹിതരെ, നാം കൊടുക്കേണ്ട കടം നമുക്ക് വേണ്ടി ഇതാ ഒരാൾ കൊടുത്തു തീർത്തിരിക്കുന്നു. നാം കൊടുക്കേണ്ട തുക മുഴുവനും നമുക്ക് വേണ്ടി സമ്പന്നനായ ഒരാൾ കൊടുത്തു തീർത്തിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ജയിലിൽ കഴിയുകയാണെന്ന്. ജയിലിൽ റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ആദ്യം 4 ലേഖനങ്ങൾ എഴുതി. 1 ഫിലിപ്പിയ ലേഖനം, 2 ഫിലേമോൻ എഴുതിയ ലേഖനം, 3 കൊലോസിയ ലേഖനം, 4 എഫേസ്യ ലേഖനം. 4 ലേഖനം ആദ്യം ജയിലിൽ കിടന്നപ്പോൾ എഴുതി. 2ാം പ്രാവശ്യം ജയിലിൽ കിടന്നപ്പോൾ 3 ലേഖനം എഴുതി. തീമോത്തിയോസിന് എഴുതിയ 1ാമത്തെ ലേഖനം, തീത്തോസിന് എഴുതിയ ലേഖനം, തീമോത്തിയോസിന് എഴുതിയ 2ാമത്തെ ലേഖനം. 7 ലേഖനങ്ങൾ ജയിലിൽ കിടന്നാണ് എഴുതിയത്. ആദ്യം റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എഴുതിയ ഫിലേമോൻ എഴുതിയ ലേഖനത്തിൽ പറയുന്നു, അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടംപെട്ടിട്ടോ ഉണ്ടെങ്കിൽ എൻ്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക, ഞാൻ തന്നു തീർക്കാം. ആരാണിത്? ഏതാണ് ആ സംഭവം? ഒനേസിമോസ് എന്ന് പറയുന്ന ഒരു യുവാവുണ്ടായിരുന്നു. ഒനേസിമോസ് ഒരു അടിമ യുവാവായിരുന്നു. അക്കാലത്ത് അടിമ വ്യവസായം നിലനിന്നിരുന്നു. ഈ അടിമ യുവാവ് കൊലോസിയ സഭയിലുള്ള ഫിലേമോൻ എന്ന ധനികനായ ക്രിസ്ത്യാനിയുടെ വീട്ടിലെ ഒരടിമ യുവാവായിരുന്നു. ഫിലേമോന് ഭാര്യയുണ്ട്, മകനുണ്ട്. നാം വായിക്കുന്നത് ഫിലേമോൻ്റെ ഭാര്യയുടെ പേര് അപ്പിയ എന്നാണ്. ഫിലേമോൻ്റെ മകൻ്റെ പേര് അർക്കിപ്പോസ് അല്ലെങ്കിൽ അർഹിപ്പോസ് എന്നാണ്. ഫിലേമോനും ഭാര്യയും അർക്കിപ്പോസും അവർ ദൈവപക്ഷത്തേക്ക് വരുവാൻ കാരണം അപ്പോസ്തലനായ പൗലോസിൻ്റെ വചനം ഫിലേമോൻ കേട്ടതാണ്. ഫിലേമോൻ ആസിയിൽ അപ്പോസ്തലനിൽ നിന്ന് തൊറന്നോസിൻ്റെ പാഠശാലയിൽ ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ ഫിലേമോൻ കൊലോസിയിൽ നിന്ന് ആസിയിൽ ചെല്ലുകയും ആസിയിൽ വെച്ച് ദൈവത്തിൻ്റെ വചനം കേട്ട് ജീവിതം കർത്താവിന് സമർപ്പിക്കുകയും ചെയ്തു. ഫിലേമോനെ അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് പോയത് കൊലോസിയിലുള്ള ഒരു ദൈവവൈതലാണ്. ആ ദൈവവൈതലിൻ്റെ പേര് എപ്പഫ്രാസ് എന്നാണ്. എപ്പഫ്രാസിൻ്റെ നിർദ്ദേശപ്രകാരം എപ്പഫ്രാസിൻ്റെ കൂടെ പ്രാർത്ഥനാവീരനും പ്രാർത്ഥനാ മല്ലനുമായ എപ്പഫ്രാസിൻ്റെ കൂടെ ഫിലേമോൻ ആസിയിൽ ചെന്ന് വചനം കേട്ടു, മാനസാന്തരപ്പെട്ടു. ആ കുടുംബം ക്രൈസ്തവ ഭവനമായി തീർന്നു. ഫിലേമോൻ്റെ ഭാര്യ മാനസാന്തരപ്പെട്ടു, ഫിലേമോൻ്റെ മകൻ അർക്കിപ്പോസും മാനസാന്തരപ്പെട്ടു. ആ ഭവനത്തിലെ അടിമയാണ് ഈ ഒനേസിമോസ്. പക്ഷേ അടിമ യുവാവിന് മാനസാന്തരമില്ല. അവൻ കള്ളനാണ്, അവൻ ദുഷ്ടനാണ്, അവൻ നന്ദി കെട്ടവനാണ്, അവൻ നിഷ്ഠൂരനാണ്. യജമാനൻ മാനസാന്തരപ്പെട്ടപ്പോൾ ആ മാനസാന്തരത്തിൻ്റെ ഫലമായ സൗമ്യതയും സ്നേഹവും വാത്സല്യവുമെല്ലാം അദ്ദേഹത്തിൽ ഉണ്ടായി. അപ്പോൾ ഈ ഫിലേമോൻ
വളരെ ആർദ്രതയോടും മനസ്സലിവോടും കൂടി പെരുമാറാൻ തുടങ്ങിയപ്പോൾ ഒനേസിമോസ് അത് മുതലെടുത്തു. ആരും അറിയാതെ ഫിലേമോൻ്റെ പക്കൽ നിന്ന്, ഫിലേമോൻ്റെ മേശയിൽ നിന്ന് ഒരു വലിയ തുക മോഷ്ടിച്ചെടുത്തുകൊണ്ട് അവൻ ഒളിച്ചോടിപ്പോയി. അവൻ അവിടെ നിന്ന് ഒളിച്ചോടിപ്പോയത് റോമിലേക്കാണ്. അന്നത്തെ ആ പുരാതന കാലത്ത് ഏറ്റവും വലിയ സംസ്കാര കേന്ദ്രം റോമൻ നഗരമാണ്. റോം പട്ടണത്തിൽ അവൻ ചെന്നു. അവൻ അവിടെ വഷളനായി ജീവിച്ചു. അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, മോഷ്ടിച്ചെടുത്ത പണമുണ്ട്. ഈ പണം കൊണ്ട് അവൻ ഏറ്റവും ഹീനമായി ജീവിച്ചു, ഏറ്റവും വൃത്തിയില്ലാത്തവനായി ജീവിച്ചു, മ്ലേച്ഛമായി ജീവിച്ചു. ഫലമോ അവനൊരു കുറ്റവാളിയായി പിടിക്കപ്പെട്ടു. അവനെ പിടിച്ചു, ജയിലിലാക്കി. എന്തൊരത്ഭുതം! അവൻ ചെന്നു ചേർന്ന ജയിലിൽ, ആ ജയിൽ മുറിയിൽ വേറൊരു തടവുകാരൻ കിടക്കുന്നു. അത് അപ്പോസ്തലനായ പൗലോസാണ്. എന്തൊരത്ഭുതം! പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് കിടക്കുന്ന ജയിലിൽ ഈ ഒനേസിമോസ് എന്ന് പറയുന്ന കള്ളനും കൊള്ളക്കാരനും നിഷ്ഠൂരനുമായ യുവാവ് ചെന്ന് പെട്ടു. അവിടെ പരസ്പരം സംസാരിച്ചു. എന്തു പറയേണ്ടു? ഒനേസിമോസ് അപ്പോസ്തലനായ പൗലോസിൻ്റെ സാന്നിധ്യത്തിൽ, അപ്പോസ്തലൻ്റെ നാവിൽ കൂടി വന്നതായ ദൈവത്തിൻ്റെ തിരുവചനത്താൽ യേശുക്രിസ്തുവിനെ കണ്ടെത്തി, യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. സത്യമായൊരു മാനസാന്തരത്തിലേക്ക് വന്നു. അവൻ്റെ ജീവിതം കർത്താവിന് സമർപ്പിച്ചു. പിൽക്കാലത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, തടവിൽ വെച്ച് ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസ് എന്ന്. തടവിൽ വെച്ച് ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസ് എന്ന് പറയത്തക്കവണ്ണം ആത്മീയ പിതാവായി അപ്പോസ്തലനായ പൗലോസ് മാറി. ഒനേസിമോസിൻ്റെ ആത്മീയ പിതാവ്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസിനോട് ഒനേസിമോസ് എല്ലാം തുറന്നു പറഞ്ഞു, എല്ലാം ഏറ്റു പറഞ്ഞു. ഞാൻ വലിയൊരു തുക മോഷ്ടിച്ചു, എല്ലാം ചെലവഴിച്ചു, വൃത്തിയില്ലാതെ ജീവിച്ചു, ദുർനടപ്പുകാരനായി ജീവിച്ചു, വഷളനായി ജീവിച്ചു. ആ പൈസയെല്ലാം തീർന്നു. ഇന്ന് ഞാൻ കുറ്റവാളിയായി. ഞാൻ ഇനി എങ്ങനെ ഇതിന് പരിഹാരം ചെയ്യും? പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ പറഞ്ഞു, നിനക്ക് മോചനം കിട്ടി പോകുമ്പോൾ ഞാൻ നിനക്കൊരു എഴുത്ത് തരാം. ഈ ഫിലേമോൻ എനിക്ക് പരിചയമുണ്ട്. ഞാൻ വളരെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന ഒരു ദൈവദാസനാണ് ഫിലേമോൻ. ആ ഫിലേമോൻ, നീ ആരോട് മോഷ്ടിച്ചോ ആ ഫിലേമോൻ എനിക്ക് പരിചയമുണ്ട്. നീ ആരോട് അകൃത്യം ചെയ്തോ ആ ഫിലേമോൻ എനിക്ക് പരിചയമുണ്ട്. മോനെ, ഞാൻ തരുന്ന എഴുത്തുമായി നീ അവിടെ ചെല്ലുക. നീ അവിടെ ചെന്ന് ഈ എഴുത്ത് അവിടെ കാണിച്ചു കൊടുക്കുക, ഫിലേമോൻ്റെ കയ്യിൽ കൊടുക്കുക. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്തോരതിശയം! ഞാൻ ഭാവനയിൽ കാണുന്നൊരു ചിത്രമുണ്ട്. അത് വളരെ ഹൃദയസ്പർശിയായൊരു ചിത്രമാണ്. എന്താണെന്നോ, ഫിലേമോനുണ്ട്, അപ്പിയുണ്ട്, അർക്കിപ്പോസുണ്ട് വീട്ടിൽ. അപ്പോഴുണ്ട് ദൂരെ നിന്ന് ഒരു ചെറുപ്പക്കാരൻ നടന്നു വരുന്നു. ജയിലിൽ നിന്ന് മോചിതനായി തടവുപുള്ളിയായിരുന്ന ഈ ഒനേസിമോസ് മോചനം കിട്ടിയതിന് ശേഷം ഇതാ എഴുത്തുമായി നടന്നു ചെല്ലുകയാണ്. അവൻ്റെ കയ്യിൽ ആ എഴുത്തുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൊടുത്ത എഴുത്തുണ്ട്. ദൂരെ നിന്ന് വരുമ്പോൾ അർക്കിപ്പോസ് പറഞ്ഞു, ദാണ്ടേ ആ വരുന്നത് നമ്മുടെ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയ ഒനേസിമോസ് അല്ലേ? ഉടനെ അപ്പൻ പറഞ്ഞു, ഫിലേമോൻ പറഞ്ഞു, അതിന് സാധ്യതയില്ല, അവൻ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോയിട്ട് വരാനുണ്ടോ, അവനുണ്ടോ വരാൻ പോകുന്നു. അപ്പിയെ പറഞ്ഞു, എനിക്കും തോന്നുന്നു ഒനേസിമോസ് നടക്കുന്നത് പോലെ തന്നെ. ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒനേസിമോസ് അടുക്കലേക്ക് വന്നു. ഒനേസിമോസ് തന്നെ. ഒനേസിമോസ് വന്നു. ഒനേസിമോസ് വന്നിട്ട് വന്ന പാടെ അവൻ ആ എഴുത്തിങ്ങനെ നീട്ടി. അവൻ്റെ കയ്യിൽ ആ എഴുത്തിരുന്നിങ്ങനെ വിറയ്ക്കുന്നു. അവൻ്റെ കൈ വിറയ്ക്കുന്നു, എഴുത്ത് വിറയ്ക്കുന്നു. ഫിലേമോൻ അല്പം അമർഷത്തോടെ അവനെ നോക്കി. അപ്പിയയ്ക്കും ഒരല്പം ദേഷ്യമുള്ളതുപോലെ തോന്നുന്നു. അർക്കിപ്പോസിനുമുണ്ട്. വലിയ കൊള്ള നടത്തി നന്ദി കെട്ടവനായി പോയവനല്ലേ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ എഴുത്ത് ഫിലേമോൻ നോക്കി. എഴുത്ത് തുറന്നു. ഫിലേമോൻ അല്പം വായിച്ചപ്പോൾ ഫിലേമോൻ്റെ കണ്ണ് നിറയുന്നു. അതിൻ്റെ ഭാവനയാണ്. ഫിലേമോൻ അത് അപ്പിയുടെ കയ്യിലേക്ക് കൊടുത്തു, ഭാര്യയുടെ കയ്യിലേക്ക് കൊടുത്തു. ഭാര്യ നോക്കി, അവൾക്കും കണ്ണ് നിറയുന്നു, വായിക്കാൻ പറ്റുന്നില്ല. അതും എൻ്റെ ഭാവനയാണ്. അർക്കിപ്പോസിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അർക്കിപ്പോസ് അത് വിടർത്തി ആ എഴുത്ത് വായിച്ചു വരുമ്പോൾ കേൾക്കുമ്പോൾ ഇതാ ആ അപ്പൻ കരയുന്നു, ഫിലേമോൻ കരയുന്നു, അമ്മ കരയുന്നു, ഒനേസിമോസ് കരയുന്നു, അർക്കിപ്പോസും കരയുന്നു. എന്താണ് എഴുതിയിരിക്കുന്നത്? അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടംപെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക, ഞാൻ തന്നു തീർക്കാം. പൗലോസ് എന്ന് ഞാൻ സ്വന്തം കയ്യാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. തടവിൽ വെച്ച് ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടംപെട്ടിട്ടോ ഉണ്ടെങ്കിൽ അതെൻ്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക, ഞാൻ തന്നു തീർക്കാം. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ.
സ്നേഹിതരെ, ഒനേസിമോസിൻ്റെ ആ അടിമപ്പണി ചെയ്ത യൗവനക്കാരൻ്റെ അടിമത്വം വിടർത്തപ്പെട്ടു. അവൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടു. അവൻ്റെ അകൃത്യം മോചിക്കപ്പെട്ടു. അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകൾ അത് ഫിലേമോൻ സ്വീകരിച്ചു. ഒരു പൈസയും തിരികെ കൊടുക്കാൻ അവൻ്റെ കയ്യിലില്ല. ദൈവ പൈതലെ, ഒരു പൈസയും അവൻ തിരികെ കൊടുത്തില്ലെങ്കിലും അവൻ്റെ സകല കടവും മോചിച്ചു. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പൈസയും ചെലവഴിക്കേണ്ട, നിങ്ങളൊരു പൈസയും കാണിക്കേണ്ട. ദൈവമക്കളെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ സകല പാപങ്ങൾ ഏറ്റെടുക്കുന്ന ഒരേക മധ്യസ്ഥൻ ഇതാ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് മധ്യസ്ഥത വഹിക്കുന്നു. ഇവൻ നിന്നോട് വല്ലതും ചെയ്തിട്ടോ അന്യായം ചെയ്തിട്ടോ കടം പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അതെൻ്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക, ഞാൻ തന്നു തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ഒരാൾ ഇടനിലനിൽക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലേമോൻ്റെ അരികത്ത് ഒനേസിമോസിന് വേണ്ടി ഇടനിലനിന്നതുപോലെ കുറ്റവാളിയായ എനിക്ക് വേണ്ടി കർത്താവായ യേശു പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇടനിലനിൽക്കുകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നിവരറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കുരിശിന്മേൽ കിടന്ന ആ മോഹന വ്യക്തിത്വം, ആ അത്ഭുത സ്നേഹം ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിഴലിക്കുന്നുണ്ടോ? ആ സ്നേഹത്തിൻ്റെ ശീതള ഛായയിലേക്ക് വരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആ സ്നേഹത്തിൻ്റെ കൊടി നിങ്ങളുടെ കയ്യിലേന്താൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ? ആ സ്നേഹം നിങ്ങളെ മാടി വിളിക്കുകയാണ്. ഗോകുൽത്തായിലെ സ്നേഹം, കടം മോചിക്കുന്ന സ്നേഹം, കടം വീട്ടിത്തരുന്ന സ്നേഹം, പാപം മോചിക്കുന്ന സ്നേഹം, പാപിയെ വീണ്ടെടുക്കുന്ന സ്നേഹം, പാപിയുടെ അകൃത്യം മോചിക്കുന്ന സ്നേഹം, പാപിക്ക് പാപക്ഷമ കൊടുക്കുന്ന സ്നേഹം, പാപിയെ വീണ്ടെടുക്കുന്ന സ്നേഹം, പാപിയെ പാപത്തിന്റെ അഗാധത്തിൽ നിന്ന് വിടുവിക്കുന്ന സ്നേഹം. ദൈവ പൈതലേ, നിന്നെ സ്നേഹിച്ചുകൊണ്ട് ഇപ്പോൾ നിന്റെ അരികത്ത് വന്ന് നിന്റെ ഹൃദയവാതിക്കൽ മുട്ടുകയാണ്. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക എന്ന് കെഞ്ചിക്കൊണ്ട് നമ്മുടെ ഹൃദയവാതിക്കൽ മുട്ടുന്ന ആ സ്വർഗീയ സ്നേഹത്തെ ഇപ്പോൾ നിങ്ങളൊന്ന് കാണുമോ? സകല പാപവും മോചിക്കുന്ന സ്വർഗീയ സ്നേഹം, സകല അകൃത്യവും ക്ഷമിച്ചു തരുന്ന സ്വർഗീയ സ്നേഹം. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടം പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അതെന്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക, ഞാൻ തന്നു തീർക്കാം. പൗലോസ് എന്ന് ഞാൻ സ്വന്തം കൈയാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം എന്ന് പറയുന്ന ആ നിസ്തുല സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ആ സ്നേഹം മാറ്റിക്കൊള്ളട്ടെ. ആ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ ആ സ്നേഹം നിറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഗോകുൽത്തായിലെ സ്നേഹം, കാൽവറി ക്രൂസിലെ സ്നേഹം, മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയ സ്നേഹം, മനുഷ്യന്റെ പാപത്തിന് ശിക്ഷ സ്വന്തം ശരീരത്തിൽ വഹിച്ചതായ സ്നേഹം, ഏതൊരു പാപിയെയും സ്നേഹിക്കുന്ന നിസ്തുലമായ സ്വർഗീയ സ്നേഹം, ഏതൊരു അശുദ്ധനെയും വിശുദ്ധനാക്കാൻ വെമ്പൽ കൊള്ളുന്ന സ്വർഗത്തിലെ നിത്യോന്നതനായ ദൈവപുത്രന്റെ അദമ്യമായ സ്നേഹം. ദൈവ പൈതലേ, ഇപ്പോൾ നിന്റെ അരികത്ത് വന്ന് കെഞ്ചിക്കൊണ്ട് നിൽക്കുകയാണ്. ദൈവ പൈതലേ, നിന്റെ ഹൃദയം ദൈവത്തിന് ഇപ്പോൾ കൊടുക്കുക, നിന്റെ ജീവിതം ദൈവത്തിന് കൊടുക്കുക. അവൻ നിന്നെ മാറ്റും, അവൻ നിന്നെ രൂപാന്തരപ്പെടുത്തും, അവൻ നിനക്ക് ശോഭനമായ ഭാവി തരും, അവൻ നിനക്ക് അനുഗ്രഹങ്ങൾ സമൃദ്ധിയായി തരും. നിന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് ഒരു പൊറുതി തരും, നിന്റെ ജീവിതത്തിലെ രോഗത്തിനൊരു സൗഖ്യം തരും, നിന്റെ ജീവിതത്തിലെ യാതനകൾക്കൊരു പരിഹാരം തരും, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് ഒരു പൊറുതി തരും, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും. നിന്നെ അവൻ കൈവെള്ളയിലിട്ട് താലോലിക്കും, നിന്നെ അവൻ പരിപാലിക്കും, നിന്നെ അവൻ സംരക്ഷിക്കും. അവൻ നിനക്ക് ചുറ്റും കോട്ട കെട്ടും, അവൻ നിനക്ക് ചുറ്റും മതിൽ കെട്ടും, അവൻ നിനക്ക് ചുറ്റും തീമതിൽ കെട്ടും, അവൻ നിനക്ക് ചുറ്റും വേലി കെട്ടും. അവൻ നിന്നെ കാക്കും, അവൻ നിന്നെ നോക്കും, അവൻ നിന്നെ പോറ്റും, അവൻ നിന്നെ പുലർത്തും, അവൻ നിന്നെ സംരക്ഷിക്കും. യേശു ക്രിസ്തുവിന്റെ അത്ഭുത സ്നേഹം ഇതാ നിങ്ങളുടെ അരികത്തേക്ക് ഓടി ഓടി വരികയാണ്. ആ സ്നേഹമത്രേ ഇപ്പോൾ നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുന്നത്, ആ സ്നേഹമത്രേ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ മാറ്റിക്കൊള്ളുന്നത്. ദൈവജനമേ, അവനോട് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് പറയാനുണ്ട്? ഒനേസിമോസിനെ കുറിച്ച് ഫിലേമോനോട് പൗലോസ് പറഞ്ഞത്, അവൻ മുമ്പേ പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ എനിക്കും നിനക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. മുമ്പേ ദാസനായിരുന്നു, ഇപ്പോൾ ദാസന്റെ മീതെ പ്രിയ സഹോദരൻ തന്നെ. മുമ്പേ പ്രയോജനമില്ലാത്തവൻ, ഇപ്പോൾ പ്രയോജനമുള്ളവൻ. മുമ്പേ ദാസൻ, ഇപ്പോൾ സഹോദരൻ. ദൈവജനമേ, മുമ്പേ പ്രയോജനമില്ലാത്തവര്, ഇതുവരെ ആർക്കും ദോഷം ചെയ്തുകൊണ്ടിരുന്നവര്, ഇതുവരെ പലരെയും വേദനിപ്പിച്ചുകൊണ്ടിരുന്നവര്, ഇതുവരെ കുടുംബം കലക്കിക്കൊണ്ടിരുന്നവര്, ഇതുവരെ മാതാപിതാക്കളെ അനുസരിക്കാതിരുന്നവര്, ഇതുവരെ മോഷണം നടത്തിയവര്, വീട്ടിൽ നിന്ന് കുരുമുളക് എടുത്തുകൊണ്ടുപോയി വിറ്റവര്, വീട്ടിൽ നിന്ന് അടയ്ക്ക മോഷ്ടിച്ചുകൊണ്ടുപോയി വിറ്റ് അത് നാനാവിധമായി ധൂളീന്ദ്രമായി ധാരാളിത്തമായി ചെലവഴിച്ച് കളഞ്ഞവര്, അപ്പനെ ചതിച്ചവര്, അപ്പനെ വഞ്ചിച്ചവര്, അപ്പനോട് നുണ പറഞ്ഞവര്, അമ്മയെ വഞ്ചിച്ചവര്, അമ്മയെ ഉപദ്രവിച്ചവര്, അമ്മയെ തള്ളിയിട്ടവര്,
ഭാര്യ പറഞ്ഞത് കേട്ടുകൊണ്ട് പാവം അമ്മയെ വീട്ടിൽ നിറക്കി വിട്ടവര്, ദൈവജനമേ, നിങ്ങൾക്ക് അനുദപിക്കാൻ വിഷയങ്ങളില്ലേ? നിങ്ങൾക്ക് ചിന്തിക്കാൻ കാര്യങ്ങളില്ലേ? അന്യായമായി സമ്പാദിച്ചവര്, അരുതാത്ത വഴിയിലൂടെ സമ്പത്ത് നേടിയവര്, മദ്യത്തിന് വേണ്ടി പൈസയും ആരോഗ്യവും ധൂർത്തടിച്ചു കളഞ്ഞവര്, ദൈവത്തിന് സ്തോത്രം, മദ്യപാനത്തിൽ രസിച്ച് കുടുംബം കലക്കിയവര്, വീട് മുടിച്ചവര്, ദൈവജനമേ, അഴുക്ക് ജീവിതത്തിന്റെ ശാലുകളില് ജീവിത വിശുദ്ധി ചോർത്തി കളഞ്ഞവര്, ദൈവജനമേ, അഴുക്കായ ജീവിതത്തിൽ, മ്ലേച്ഛമായ ജീവിതത്തിൽ, വ്യഭിചാര ജീവിതത്തിൽ, പരസംഗ ജീവിതത്തിൽ ജീവിതത്തിന്റെ വിശുദ്ധി മുഴുവനും കൈമോശം വന്നവര്, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ദൈവജനമേ, മുമ്പേ പ്രയോജനമില്ലാത്തവര് ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ പ്രയോജനമുള്ളവരായി മാറുകയാണ്. മാത്രമല്ല, മുമ്പേ ദാസൻ, ഇപ്പോൾ ദാസന്റെ മീതെ പ്രിയ സഹോദരൻ. അതുമാത്രവുമല്ല പ്രിയപ്പെട്ടവരെ, നാം വായിക്കുന്ന എന്താണ്? മുമ്പേ ദാസൻ, ഇപ്പോൾ ദാസന്റെ മീതെ പ്രിയ സഹോദരൻ. അതുമാത്രവുമല്ല, മുമ്പേ ഇതാ അവൻ പ്രിയനല്ലാത്തവൻ, ഇപ്പോൾ എനിക്കും നിനക്കും പ്രിയനായവൻ, എനിക്ക് പ്രാണപ്രിയനായവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. ഇപ്പോൾ പ്രിയനായി തീർന്നു, ഇപ്പോൾ പ്രയോജനമുള്ളതായി തീർന്നു, ഇപ്പോൾ സഹോദരനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എന്തോ ഒരു മാറ്റം, എന്തോ ഒരു വ്യത്യാസം. ഈ ഭാഗ്യം നിങ്ങൾക്ക് വേണമോ? നിങ്ങൾക്കത് അനുഭവിക്കാം പ്രിയരെ. നിങ്ങളതിന് ജാതി മാറണ്ട, നിങ്ങളതിന് സഭ മാറണ്ട, നിങ്ങൾ മതം മാറണ്ട, നിങ്ങൾ സമുദായം മാറണ്ട, നിങ്ങൾ കക്ഷി മാറണ്ട, നിങ്ങളുടെ ഇടവക മാറണ്ട, നിങ്ങളുടെ പള്ളി മാറണ്ട, നിങ്ങളുടെ ഫെയ്ത്ത് ഹോം മാറണ്ട. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒന്ന് മാത്രം, യേശുക്രിസ്തു തരുന്ന പാപക്ഷമ അനുഭവിപ്പീൻ. അതുകൊണ്ടിപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതുകൊണ്ട് ക്രിസ്തു യേശുവിനാൽ നീതീകരണം പ്രാപിച്ചുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. കഴിഞ്ഞകാല ജീവിതത്തിൽ ഒന്നുപോയ എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത പാപങ്ങൾ എല്ലാം ക്ഷമിച്ചു തരുന്ന സ്വർഗീയ സ്നേഹത്തെ നിങ്ങളൊന്ന് കാണുമോ? ആ സ്നേഹത്തിന്റെ ബലിവേദിയിൽ നിങ്ങളെ തന്നെ അർപ്പണം ചെയ്യുമോ? അവനോട് നിങ്ങൾ ഉള്ളു തുറന്ന് പറയുമോ? കർത്താവേ, കഴിഞ്ഞ കാലങ്ങൾ പാഴാക്കി കളഞ്ഞല്ലോ, എല്ലാം നഷ്ടപ്പെടുത്തിയല്ലോ, ഈ പ്രായം വരെ ആർക്കും പ്രയോജനമില്ലാത്തവനായി ജീവിച്ചല്ലോ. ദൈവമേ, നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, മാതാപിതാക്കൾക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, എൻ്റെ ഭാര്യയ്ക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, എൻ്റെ മക്കൾക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, എൻ്റെ ഭർത്താവിന് പ്രയോജനമില്ലാത്തവളായിരുന്നു. കർത്താവേ, എൻ്റെ ജോലി സ്ഥലത്ത് എന്നും പ്രശ്നമായിരുന്നു കർത്താവേ, എല്ലാവർക്കും മുള്ളായിരുന്നു കർത്താവേ, ഞാൻ മറ്റുള്ളവർക്ക് വേദനയെ കൊടുത്തിട്ടുള്ളൂ കർത്താവേ, കുടുംബം കലക്കിയിട്ടുള്ളൂ ദൈവമേ, എൻ്റെ പെരുമാറ്റം, എൻ്റെ വാക്കുകൾ അനേകരെ മുറിപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നതായ താലന്തുകളെല്ലാം കളഞ്ഞു കുളിച്ചവനാണ്. എനിക്ക് നന്മയൊന്നും പറയാനില്ല, അവകാശം പറയാനില്ല, എല്ലാം തകർന്നവളായി ഞാൻ നിന്നിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ നിന്റെ ആണിപ്പാടുള്ള കരം എൻ്റെ ശിരസിലൊന്ന് വെക്കണമേ കർത്താവേ. തകർന്നവനായി ഞാനിതാ വന്നിരിക്കുന്നു, ആശയറ്റവനായി ഞാനിതാ വന്നിരിക്കുന്നു, അഗതിയായി ഞാനിതാ വന്നിരിക്കുന്നു, അവശനിലയിൽ ഞാനിതാ വന്നിരിക്കുന്നു, യാതൊരു പോംവഴിയില്ലാത്തവനായി വന്നിരിക്കുന്നു, ആശ്രയം അറ്റവനായി വന്നിരിക്കുന്നു, അഗതിയായി വന്നിരിക്കുന്നു, അനാഥനെ പോലെ വന്നിരിക്കുന്നു. എന്നോട് കരുണ തോന്നണമേ, എന്നെ നീ ഒന്ന് കൈക്കൊള്ളണമേ. ഇന്നു മുതൽ പ്രയോജനമുള്ളവനായി ഞാൻ ജീവിക്കും. ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളവനായി ഞാൻ ജീവിക്കും. ദൈവത്തിനും ദൈവ വേലയ്ക്കും പ്രയോജനമുള്ളവനായി ജീവിക്കും. ദൈവത്തിനും ദൈവ മക്കൾക്കും പ്രയോജനമുള്ളവനായി ഞാൻ ജീവിക്കും. ദൈവത്തിനും ഈ ലോക ജീവിതത്തിൽ മനുഷ്യർക്കും പ്രയോജനമുള്ളവനായി ഞാൻ ജീവിക്കും. ദൈവമേ, നിങ്ങൾ വാക്ക് പറയുവീൻ, ഒരു പുതിയ ജീവിതം നിങ്ങൾ തുടങ്ങുവീൻ, അതിന്റെ ആദ്യത്തെ ചുവടെന്ന് വെപ്പീൻ. ഇപ്പോൾ തന്നെ പുതിയ ജീവിതത്തിന്റെ ആദ്യത്തെ ചുവട് വെച്ചുകൊണ്ട് ക്രിസ്തു മാർഗത്തിലൂടെ ചരിപ്പീൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തിലൂടെ സഞ്ചരിപ്പീൻ, ക്രിസ്തുവിനെ നാഥനായി എതിരേൽപ്പീൻ. അവൻ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവീൻ. തിരുരക്തത്താലുള്ള കഴുക പ്രാപിപ്പീൻ, തിരുരക്തത്താലുള്ള ശുദ്ധീകരണം അനുഭവിപ്പീൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, കരുണയുള്ള ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവദായകമായ തിരുമൊഴികൾ ഞങ്ങളുടെ മേൽ പകർന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവജലത്തിന്റെ പ്രവാഹത്തിൽ ഞങ്ങളെ ഇരുത്തിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗീയ ജീവജലം സമൃദ്ധിയായി ഒഴുകുന്നിടത്ത് ഞങ്ങളെ കൊണ്ടുവന്നിരുത്തിയതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അഴുക്കുകളെ കഴുകണമേ കർത്താവേ, പാപങ്ങളെ ക്ഷമിക്കണമേ കർത്താവേ, തിന്മകളെല്ലാം പൊറുക്കണമേ. എൻ്റെ ദൈവമേ, പ്രയോജനരഹിതമായ ജീവിതം നയിച്ച് ഇതുവരെയുള്ള ജീവിതം പാഴാക്കിയെന്ന് ഏറ്റുപറയുന്നു കർത്താവേ. പുതിയ ജീവിതത്തിനായി ഇപ്പോൾ ആരംഭം കുറിക്കുന്നു. കരുണയോടെ കടന്നു വന്ന് കരത്തിൽ പിടിക്കണമേ, പിടിച്ചു നടത്തണമേ, പുതിയ തീരുമാനങ്ങളിലൂടെ നയിക്കണമേ. ഈ വാക്കുകളെ കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കരുണയുള്ള കർത്താവേ, ഈ വാക്കുകളെ കേട്ട് തീരുമാനമെടുത്തവരുടെ മേൽ അവിടുത്തെ മുദ്ര പതിയണമേ. തിരക്തം അവിടുന്ന് പകർന്നു കൊടുക്കുകയും തിരക്തത്താലുള്ള കഴുകൾ നൽകുകയും ചെയ്യണമേ. രോഗികളെ സൗഖ്യമാക്കണമേ കർത്താവേ. പിശാചിന്റെ ബാധകളിൽ അഴലുന്നവർക്ക് ഒരു സമാധാനം കൊടുക്കണമേ കർത്താവേ. കുടുംബം തകർന്നുപോയ കുടുംബങ്ങളിൽ ഇപ്പോൾ ശാന്തി പകരണമേ കർത്താവേ.
സമാധാനമില്ലാതെ വലയുന്നവർക്ക് ഒരു സമാധാനം നൽകണമേ കർത്താവേ. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ.